ഞങ്ങൾ കേരളത്തിലെ വിദ്യാർത്ഥികൾക്ക് വേണ്ടി സമരം ചെയ്യും. പക്ഷേ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ ഹൃദയപക്ഷമായി കാണുന്നവരാ ഞങ്ങൾ. അതിലാർക്കും ഒരു തകർക്കവും വേണ്ട. അങ്ങനെ അങ്ങ് അടിച്ചമർത്താൻ RSSകാരുടെ തിട്ടൂരമനുസരിച്ച് ഇവിടെ ജലവീരങ്കി അടിച്ച ഏമാന്മാരുണ്ടല്ലോ, അവരോട് ഞങ്ങൾക്ക് പറയുവാനുള്ളത് ഇത് ചരിത്രം പേറുന്ന പ്രസ്ഥാനമാ. ഞങ്ങൾ പറഞ്ഞു, PM ശ്രീ എന്ന് പറയുന്ന പദ്ധതി കേരളത്തിന്റെ മണ്ണിൽ അനുവദിക്കില്ല. ഈ രാജ്യത്തെ 28 സംസ്ഥാനങ്ങളിലും ഒരേ നിലപാടാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്കും AYFനും ASFനും. ഈ കേരളം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന കേരളമാ. വർഗീയതയ്ക്കെതിരെ സന്ധിയില്ലാ സമരം എല്ലാ കാലത്തും പ്രഖ്യാപിച്ചിട്ടുള്ള മണ്ണ. അവിടെ നിന്നും നരേന്ദ്രമോദിയുടെയും RSSന്റെയും വർഗീയ അജണ്ട നടപ്പിലാക്കുവാൻ വേണ്ടി ഇറക്കിവിട്ടിരിക്കുന്ന പദ്ധതി എന്താ? ദേശീയ വിദ്യാഭ്യാസ നയം. അതിന്റെ ഭാഗമായ PM ശ്രീ കേരളത്തിൽ നടപ്പിലാക്കില്ല എന്ന് ഞങ്ങൾക്ക് ഉറപ്പുന്നത് മറ്റാരുമല്ല, കേരളത്തിന്റെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് മന്ത്രിയാ. വിദ്യാർത്ഥി സംഘടനകളുടെ യോഗത്തിൽ ABVP ഒഴിച്ചു ബാക്കിയ മുഴുവൻ വിദ്യാർത്ഥി സംഘടനകളും ഒരേ സ്വരത്തിൽ പറഞ്ഞു PM ശ്രീ കേരളത്തിൽ പറ്റില്ല. അന്നേരം സഖാവ് ശിവൻകുട്ടി എന്താ പറഞ്ഞേ? ഞാൻ ഈ കസേരയിൽ ഇരിക്കുന്ന കാലത്തോളം ഇത് നടപ്പിലാക്കില്ല. ഇന്നലെ കേരളത്തിലെ മാധ്യമങ്ങളോട് പറയുന്ന കേട്ടു, നിലപാട് എന്താ മാറ്റാൻ പറ്റാത്തതാണോ? പക്ഷെ ചില നിലപാടുകൾ മാറ്റണമെങ്കിൽ ദേശീയ അടിസ്ഥാനത്തിൽ തീരുമാനം വേണം. കാരണം ഈ രാജ്യത്തിന്റെ ചരിത്രം പേറുന്നവരാ ഈ രാജ്യത്തെ ഇടതുപക്ഷം. അതുകൊണ്ട് തന്നെയാണ് സഖാവ് ശിവൻകുട്ടി പറയുന്നത് കേട്ടു, എന്താ കൃഷി വകുപ്പ് എന്തോ കേന്ദ്ര ഫണ്ട് പഠിച്ചു. പച്ചക്കറിയിലൂടെ വർഗീയത കയറ്റാൻ പറ്റില്ല. പച്ചക്കറിയിലൂടെ ഒരിക്കലും വർഗീയത കയറ്റാൻ കഴിയില്ല. എങ്ങനെ കയറ്റാൻ സാധിക്കൂ? സാധാരണ മനുഷ്യന്റെ മനസ്സിലേക്ക് വർഗീയത വിദ്യാഭ്യാസത്തിന്റെ രൂപത്തിലേക്ക് ഈ രാജ്യത്തിന്റെ ചരിത്രം പേറാത്തവർ, ഈ രാജ്യത്തിന്റെ ചരിത്രത്തിൽ ഒന്നും അവകാശപ്പെടാൻ പറ്റാത്തവർ ശ്രമിക്കുമ്പോൾ ഞാൻ അധികമൊന്നും പറയുന്നില്ല. AYFും ASFും പറഞ്ഞിട്ടുണ്ട്, ഇത് ഞങ്ങളുടെ പ്രഖ്യാപിത നിലപാടാണ്. PM ശ്രീയിൽ നിന്നും കേരളത്തിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ ഗവൺമെന്റ് പുറകോട്ട് പോയേ പറ്റൂ. അല്ലെങ്കിൽ രക്തരൂക്ഷിതമായ സമരങ്ങൾക്ക് കേരളത്തിന്റെ തിരുവോവികൾ ഞങ്ങൾ ഇറങ്ങിത്തിരിക്കുമെന്ന് ഒരു സംശയമില്ല. ഈ യോഗത്തിൽ അധ്യക്ഷത വഹിക്കുന്നത് AISFന്റെ കേരള സംസ്ഥാന കമ്മിറ്റിയുടെ പ്രിയങ്കരനായ അധ്യക്ഷൻ സഖാവ് ബിപിൻ അബ്രഹാമാണ്. ആ സഖാവിനെ ഹൃദയപൂർവ്വം ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. PM ശ്രീ പദ്ധതി കേരളത്തിൽ നടപ്പിലാക്കുമെന്ന് പ്രഖ്യാപിച്ചപ്പോൾ ഈ കേരളത്തിൽ നിസ്സംശയം ഒരു യുവജന പ്രസ്ഥാനം ശബ്ദമുയർത്തി. ആ പ്രസ്ഥാനത്തെ കൂടുതൽ കരുത്തോടുകൂടി കേരളത്തിൽ നയിക്കുന്ന AYFന്റെ ശക്തനായ സംസ്ഥാന സെക്രട്ടറി സഖാവ് TT ജിസ്മോനാണ് ഈ യോഗം ഉദ്ഘാടനം ചെയ്തത്. ആ സഖാവിനെ AYFന്റെയും AISFന്റെയും സഖാക്കൾക്ക് വേണ്ടി ആവേശത്തോടുകൂടി ഈ യോഗത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. AYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് S വിനോദ് കുമാർ, AISFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറിമാരായ അസ്ലം ഷാ, ആൻഡസ്, സഖാവ് ജോബിൻ ജേക്കബ്, AYFന്റെ സംസ്ഥാന ജോയിന്റ് സെക്രട്ടറി സഖാവ് ആദർശ് ഉൾപ്പെടെയുള്ള AYFന്റെയും AISFന്റെയും സമര സഖാക്കളെ മുഴുവൻ പേരെയും AYFന്റെയും AISFനും വേണ്ടി ഹാർദമായി സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എന്റെ കർത്തവ്യത്തിൽ നിന്ന് വിരമിക്കുന്നു.